അസ്സലാമലൈക്കും, എല്ലാവർക്കും ലവ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ കേരളക്കാരുടെ സ്വന്തം പുട്ടും കടലയാണ് ഇന്ന് ഉണ്ടാക്കിയത്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും അധികം മസാലകളൊന്നും ഇല്ലാത്ത, അതിൻ്റെ കുത്തലുകളൊന്നും ഇല്ലാത്ത നല്ല നോർമൽ ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് ഉണ്ടാക്കിയത്. ആദ്യം തന്നെ പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് കൈകൊണ്ട് നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. കടലക്കറി ഉണ്ടാക്കുന്നതിനായിട്ട് 1 കപ്പ് കടല കഴുകി വൃത്തിയാക്കി തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാള അരിഞ്ഞതും 1 നോർമൽ തക്കാളിയും 4 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 5-6 വെളുത്തുള്ളി അല്ലിയും 1 കപ്പ് വെള്ളവും ചേർത്ത് 5 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് പുട്ടുണ്ടാക്കാം. നനച്ച് വെച്ചത് ഒന്ന് കൈവച്ച് ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. 2 കപ്പ് പുട്ടുപൊടിക്ക് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് ആയിട്ടുണ്ട്. ബ്രെഡൊക്കെ പൊടിച്ചെടുക്കുന്ന ആ രീതിക്കാണ് ഇത് വേണ്ടത്. ബ്രെഡ് പൊടിച്ചെടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ ആക്കിയെടുത്താൽ ഉണ്ടാകുന്ന ആ രൂപത്തിലാണ് വേണ്ടത്. ഇനി പുട്ടുകുറ്റിയിലേക്ക് ആദ്യം ചില്ലിട്ട് കൊടുക്കാം. തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ലെയറായി തേങ്ങ ചിരവിയത് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. നനച്ച് വെച്ച പുട്ടുപൊടി ഇതുപോലെ ഒരു പിടിയോളം ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മേലിലേക്ക് ആദ്യം ഇട്ട് കൊടുത്ത പോലെ 1 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. പിന്നെയും ഒരു പിടിയോളം പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. പിന്നെയും തേങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ 3 പീസ് പുട്ടാണ് ഒരു കുറ്റിയിലാക്കാൻ പറ്റുന്നത്. ലാസ്റ്റായിട്ട് തേങ്ങ ചിരവിയതാണ് വരേണ്ടത്. മൂടി വെച്ച് കൊടുക്കാം. പുട്ടുണ്ടാക്കുന്ന പാത്രത്തിലോട്ട് 1/4 ഭാഗം വരെ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് ആവുമ്പോൾ തന്നെ ആവി വന്നിട്ടുണ്ടാവും. വിസിലൊക്കെ പോയി കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രഷറൊക്കെ മാറി ഒന്ന് തുറന്നു നോക്കാം. ഒരു തവി വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. വറവിട്ട് കൊടുക്കുന്നതിനായി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, ചെറുതായി അരിഞ്ഞ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പുട്ടുകുറ്റിയിൽ നിന്നും പുട്ട് പാത്രത്തിലോട്ട് മാറ്റാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കടലക്കറി എല്ലാവരും ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അത്രക്ക് നല്ല രുചിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.